എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിൽ എത്ര പേര് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് മീഡിയാസിൽ കേൾക്കുന്ന ഒരു വാർത്തയാണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി, അബേൽ എന്നാണ് പേര്. ഇവൻ ചെയ്തൊരു പരിപാടി എന്ന് പറയുന്നത് അവിടെയുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്തിട്ട് അത് മോർഫ് ചെയ്ത് ടെലഗ്രാം പോലുള്ള മാധ്യമങ്ങളിൽ കൂടി സ്പ്രെഡ് ചെയ്ത ഒരു പരിപാടി. ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ അടുത്ത ദിവസം തന്നെ അവൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി. അതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്നിട്ട് പ്രതിഷേധമൊക്കെ നടത്തി. അപ്പോൾ അതിൻ്റെ വാർത്ത കഴിഞ്ഞ 2 ദിവസമായിട്ട് മീഡിയാസ് എല്ലാം സംസാരിക്കുന്നുണ്ട്. എന്നാൽ എത്ര പേര് ഇതേക്കുറിച്ച് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണെന്ന് തോന്നി. കാരണം കുറച്ച് നാൾക്ക് മുൻപ് വേദലക്ഷ്മി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ടെലഗ്രാമിൽ പല ഗ്രൂപ്പുകളിൽ 10,000 രൂപയ്ക്ക് ഇത്തരം മോർഫ് ചെയ്ത പിക്ചേഴ്സ്, കുട്ടികളുടെ ഉൾപ്പെടെ, കൊച്ചു കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് ഉൾപ്പെടെ, വീട്ടമ്മമാരുടെ ഫോട്ടോസ് ഉൾപ്പെടെ, സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസ് ഉൾപ്പെടെയുള്ള ഫോട്ടോകൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഈ കഥ അന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ ചില ആൾക്കാർ ചിന്തിക്കുന്നത്, നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ഒന്നും നടക്കുന്ന കാര്യമല്ലല്ലോ, അതുകൊണ്ട് നമ്മളിത് മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ ഇത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇന്ന് ആർക്കൊക്കെ സംഭവിച്ചു അതെല്ലാം തന്നെ നാളെ നമുക്കും നമ്മുടെ വീട്ടുകാർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച MBBS വിദ്യാർത്ഥി അബേൽ പിടിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയാണ്. കോടതി ജാമ്യം അനുവദിച്ചു. ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ട്, അതും പെൺകുട്ടികളുടെ ഫോട്ടോസ് എടുത്ത് മോർഫ് ചെയ്ത് ടെലഗ്രാം ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളിൽ കൂടിയും പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് വകുപ്പ്. അതിന് ജാമ്യം കൊടുത്തെന്ന് പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇവനെ പോലുള്ളവന്മാർ ഒരിക്കലും പുറലോകം കാണാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും സ്റ്റുഡൻസ് തന്നെ ഈ കാര്യം സംസാരിക്കുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ഞാൻ ഇന്നലെ ഉച്ചയ്ക്കാണ് ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത്. എന്റെ ജൂനിയർ ആയിട്ട് പഠിക്കുന്ന ഏബൽ അഗസ്റ്റിൻ എന്ന് വയനാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അവൻ 3rd ഇയർ MBBS സ്റ്റുഡന്റാണ്. അവൻ എന്റെയും എന്റെ സഹപാഠികളുടെ എന്റെ ക്ലാസ്സിലെ കുട്ടികളും ജൂനിയർ ബാച്ചിലെ 15ഓളം കുട്ടികളുടെയും സീനിയർ ബാച്ചിലെ കുട്ടികളുടെയും പെൺകുട്ടികളുടെ ഫോട്ടോസ് മോർഫ് ചെയ്ത് അത് ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, അതേപോലെ റെഡിറ്റ് അങ്ങനത്തെ സൈറ്റിലിട്ട് അവിടെ ഡിസ്കഷനും ഞങ്ങളെ സ്ലഡ് ഷെയിം ചെയ്തു. അത് ഞങ്ങളുടെ പേര് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്റെ പേരും ബാക്കിയുള്ളവരുടെ പേര് വരെ ക്യാപ്ഷനായിട്ട് ഞങ്ങളുടെ ഓരോ ബോഡി പാർട്സിനെ പറ്റിയും അങ്ങനെ പറഞ്ഞ് അത്രയും സ്ലഡ് ഷെയിം ചെയ്തിട്ട് പോസ്റ്റ് ഇടുന്നു. അത് പല ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെയായിരുന്നു പരിപാടി. 6 മാസം മുന്നേ എന്റെ ജൂനിയർ ബാച്ചിൽ ഒരു കുട്ടിയെ പറ്റി ഇങ്ങനെ കണ്ടതിന് ശേഷം അവർ പോയി സൈബർ ക്രൈമില് തൈക്കാട് അവിടെ പോയി കംപ്ലൈന്റ് കൊടുത്തതാ. അതിന്റെ പേരിൽ ഒരു അവർ കണ്ടുപിടിക്കും അങ്ങനെ ഒരു സാധനം ഉണ്ടായില്ല. അപ്പം നമ്മുടെ ഇവിടുത്തെ ബോയ്സ് തന്നെ ഒരു ഫേക്ക് ഐഡി കൂടെ ഇവന് മെസ്സേജ് അയച്ച് അങ്ങനെ അവൻ ആ ഫോട്ടോസ് ടെലഗ്രാമിലൂടെ തന്നെ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം പുറത്തു വരുന്നത്. ഇവനാണ് ആളെന്ന് കണ്ടുപിടിച്ചു വിത്ത് ഈ മോർഫ് ചെയ്ത പിക്ചേഴ്സിന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ ബാക്കിയുള്ള കുട്ടികളെ ചെയ്തതും എല്ലാം വെച്ചിട്ട് ഇവിടെ ഞാനും ബാക്കിയുള്ള കുട്ടികളും കൂടെ ഇന്നലെ വന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ വന്നായിരുന്നു. എന്റെ ഒരാളുടെ കംപ്ലൈന്റ് ഇന്നലെ രജിസ്റ്റർ ചെയ്തു. ബാക്കിയുള്ളവരുടെ ഞാൻ ഇന്നലെ ഇവിടുന്ന് പോയപ്പം ഇന്ന് വെളുപ്പിന് 4:30 ഞാൻ ഇവിടുന്ന് പോകുന്നത്. കംപ്ലൈന്റും കൊടുത്ത് സാധനവും കഴിഞ്ഞ് ബാക്കിയുള്ളവരുടെ മൊഴിയും എടുത്തിട്ടില്ല, വേറൊന്നും ചെയ്തിട്ടുമില്ല. മൊഴി എടുത്തിട്ടില്ല അവരുടെ. വേറൊരു കുട്ടി എന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന, ഞാൻ ഫൈനൽ ഇയർ MBBS സ്റ്റുഡന്റ്, എന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അവരുടെയും മൊഴി എടുത്തിട്ടില്ല. ഇന്ന് രാവിലെ 10 മണി മുതൽ ഞങ്ങൾ ഇവിടെ നിൽക്കുക. ആദ്യം മെഡിക്കൽ എടുക്കാനാന്ന് പറഞ്ഞ ജീപ്പിൽ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി, പിന്നെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുപോയി, പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എന്താ അവന്റെ അമ്മ വന്ന് പറയുന്നത്, എന്നിട്ട് അവനെ ഒന്നും ചെയ്യരുത്, എന്ത് ശിക്ഷ വേണേലും ചെയ്ത് ഈ കോഴ്സിന് ഔട്ട് ആക്കരുത്. ഇതാണ് അവന്റെ അമ്മയ്ക്ക്. സ്വന്തം അമ്മയുടെയും ചേച്ചിയുടെയും ഫോട്ടോസ് വരെ അതിനകത്തുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മകൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും അമ്മ വന്ന് പറയുന്നത് അവന് പഠിക്കാൻ അനുവദിക്കണം. ഇവനൊക്കെ പഠിക്കാൻ തന്നെയാണോ വരുന്നത്? മാന്യമായിട്ട് പഠിക്കാൻ വരുന്നവന്മാരാണെങ്കിൽ ഇമാതിരി തോന്നിയവാസം കാണിക്കും. അപ്പോൾ ഇവൻ പഠിക്കാനല്ല വരുന്നത്. അത് ആ വീട്ടുകാരൻ ആദ്യം മനസ്സിലാക്കേണ്ടത്. സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോ അവരുണ്ടെന്ന് പറയുമ്പോൾ അവൻ എത്രമാത്രം ഞരമ്പനായിരിക്കും. ഇതൊന്നും വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമേ അല്ല. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇവനെ എന്താ ചെയ്യേണ്ടത്? ശരിക്കും ഇത് പബ്ലിക്കിൽ അറ്റൻഷൻ കിട്ടേണ്ട ഒരു കാര്യമാണ്. ഇവനെപ്പോലുള്ള എത്ര പേരായിരിക്കും നമ്മുടെ സൊസൈറ്റിയിലുള്ളത്? സ്ത്രീകൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്ന എത്ര പേരുണ്ടാവും? ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫോൺ വെറുതെ ഇങ്ങനെ പിടിക്കും, പക്ഷെ അവിടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യായിരിക്കും. അറിയില്ല ഈ ഫോട്ടോ നാളെ എവിടെ കാണും. ഇതുപോലെ ഏതെങ്കിലും സൈറ്റുകളിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ ടെലഗ്രാം, അല്ലെങ്കിൽ റെഡിറ്റ്, ഇതുപോലത്തെ സൈറ്റുകളിൽ ഈ ഫോട്ടോകൾ വ്യാപകമായിട്ട് വിറ്റഴിക്കും 10,000 രൂപയ്ക്ക്. ഇത് ഈ പറയുന്ന ആൾക്കാരുടെ ആരുടെങ്കിലും ബന്ധുക്കളുടെ കയ്യിലേക്ക് എത്തും. അപ്പോൾ അവരെന്തായിരിക്കും വിചാരിക്കുക, ഇവരുടെ കാമുകന്മാർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു കഥ പറയും. ആ പെൺകുട്ടിയുടെ ലൈഫ് വരെ അവിടെ എന്താവും, ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക്. ഇന്നത് വേറൊരു കുടുംബത്തിലാണെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ അധിക താമസമൊന്നുമില്ല. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുക തന്നെ വേണം, പ്രതികരിക്കുക തന്നെ വേണം. ഇതൊരിക്കലും ഒരു റിയാക്ഷൻ വ്ളോഗർ വിചാരിച്ച് നിർത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ജനങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിച്ചാലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, എഴുതി അങ്ങോട്ട് ഇടുക, അല്ലെങ്കിൽ വീഡിയോ അങ്ങോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നീതിയുടെ ശബ്ദമായി മാറാൻ പറ്റും. പക്ഷെ പലരും പേടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ അവസാനിക്കുമോ, ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നിൽക്കോ എന്നൊക്കെ ചിന്ത വെച്ചിട്ട് മിണ്ടാതിരിക്കും. ഇതിനൊക്കെതിരെ തന്നെയാണ് പ്രതിഷേധിക്കേണ്ടത്. ബാക്കിയേക്കാം. അവന്റെ അമ്മയുടെ വീഡിയോസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. പോൺ സൈറ്റിലെ വീഡിയോസ് വെച്ചിട്ട് അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട്. അത്ര ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഡോക്ടറായിട്ട് വിടാനായിട്ട് ഞങ്ങൾ അനുവദിക്കണോ?
ഇവനൊക്കെ ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ മുന്നിൽ വരുന്ന സ്ത്രീകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഡോക്ടർമാരുടെ മുന്നിൽ പുരുഷന്മാർ മാത്രമല്ലല്ലോ വരുന്നത്, സ്ത്രീകളും വരും. അവരുടെ അസുഖങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവൻ്റെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും, ആ മനസ്സിലൂടെ ഓടുന്ന ചിന്തകൾ എന്തായിരിക്കും, ചിന്തിച്ച് നോക്ക്. അപ്പോൾ ഇതുപോലുള്ളവന്മാർ ഒരിക്കലും ഡോക്ടേഴ്സായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു പ്രൊഫഷണൽ ഇവന്മാർക്ക് സീറ്റ് കിട്ടാനോ അല്ലെങ്കിൽ ജോലി കിട്ടാനോ പാടില്ല. ബാക്കി ഇതായിട്ട് പോലീസ് അനാസെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ വന്ന് നിൽക്കുന്നതാ. എന്നിട്ട് ഒരു കുട്ടിയുടെ മൊഴി എടുത്തു, അത് സെപ്പറേറ്റ് FIR ആയിട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നാ സാറ് പറഞ്ഞു. ഇവിടുത്തെ സാറ് പറഞ്ഞു എത്ര കുട്ടികൾ പരാതിയായി വന്നിട്ടുണ്ട്? ടോട്ടൽ 12 പേരുണ്ട്. അതിൽ പുറത്ത് പറയാൻ ഇതാക്കുന്നത് 6 പേര് 7 പേര് ഇപ്പം സമ്മതിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് രാവിലെ. അപ്പൊ അവരുടെ ആരുടെ മൊഴി രേഖപ്പെടുത്താതെയാ പോയിട്ടില്ലേ. എന്നിട്ട് ഇന്ന് വന്നപ്പോഴത്തേനാണേലും ലൈക്ക് എന്തോ അവർ പറയുന്ന ഇന്നലെ ഞാൻ ഇവിടുന്ന് പോയത് 4:30. അപ്പൊ അവര് പറയുന്നത് ഈ 10 മണി ആയപ്പോഴത്തേനും ബാക്കി കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താൻ പാടില്ല, കാരണം ആ കുട്ടി ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഞാൻ എന്തോ ഒരു പെൺകുട്ടിയല്ലേ, ഞാൻ ഇവിടുന്ന് 4:30 പോയിട്ടില്ലേ, അത് പ്രശ്നമല്ല. ബാക്കി കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താൻ പറ്റില്ല എന്നാ പറയുന്നത്. സാർ ഇവിടുന്ന് പറഞ്ഞതിന് വേറെ സെപ്പറേറ്റ് ആയിട്ട് FIR ഇട്ട് അവന് ബെയില് കിട്ടി. ഇന്ന് കോടതിയിൽ പോയി ബെയില് കിട്ടി. അപ്പം അങ്ങനെ ഇന്ന് ബാക്കിയുള്ളവരുടെ സെപ്പറേറ്റ് FIR ഇടാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. അതിപ്പോ സാധ്യമല്ല എന്നാ പറയുന്നത്. അത് സാധ്യമല്ല. ബാക്കി വരാമെന്ന് പറഞ്ഞ കുട്ടികളുടെ മൊഴി എടുക്കാൻ ഇന്ന് പറ്റില്ല. രാവിലെ എന്ന് പറഞ്ഞു. രാവിലെ എന്ന് പറയാനുള്ള റീസൺ ചോദിച്ചപ്പോ പെൺകുട്ടിയാന്നാ പറയുന്നത്. ഞാൻ എന്താ പെൺകുട്ടിയല്ലേ, എനിക്ക് ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നില്ലേ. ഇടപെടൽ എങ്ങനെയാണ്? ഭയങ്കര എനിക്കറിയില്ല പുള്ളി എന്തൊക്കെയാ ഓരോ സമയത്ത് ഓരോന്നാ പറയുന്നത്. ലൈക്ക് ഭയങ്കര എന്തുവാ, ആദ്യം കുറെ നാള് നമ്മളെ സോപ്പിടും, പിന്നെ കഴിയുമ്പോഴത്തേനും ഭയങ്കര തിരിച്ചു പറയും. എനിക്കറിയില്ല, ഓരോ സമയത്തും ഓരോന്നാ പറയുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരാള് എത്ര രോഗികളെ ചികിത്സിക്കണ്ട, അത്രയും താഴെ കടയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് മെഡിക്കൽ കോളേജിൽ വരുന്നത്. അവർക്ക് എവിടേക്ക് എന്തൊക്കെ കയറി പിടിച്ചാലും ഒരാളും വാ തുറക്കത്ത് പോലും ഇല്ല. ഞങ്ങളിപ്പോൾ ഇത് പ്രതിഷേധിച്ചിട്ട് ഇത്രയും അനാസ്ഥ ഇവിടെ നടക്കുന്നുണ്ട്. അത്രയും പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് പുറലോകം അറിയുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനൊരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡന്റാ, എന്നിട്ട് പോലും ഇവർക്ക് കേസ് എടുക്കാൻ പറ്റുന്നില്ല. എന്താണ് ഈ ചെയ്യുന്നതെന്ന് എനിക്ക് ഇത്ര നേരം സംസാരിക്കുമ്പോൾ പുള്ളിക്ക് ഓരോ സമയത്ത് ഓരോ റീസൺസ് ഓരോന്നിനും. എനിക്ക് അറിയില്ല ഇതെന്താ ചെയ്യുന്നത്. എത്രയും പറഞ്ഞിട്ടും ആ ഒരു ഇത് തന്നെയാണ്. ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, പോലീസ് ഇവൻ എന്തുകൊണ്ട് ജാമ്യം കിട്ടി, പോലീസുകാർ അതിനുള്ള വകുപ്പ് മാത്രമായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. അതല്ലാതെ പിന്നെ ജാമ്യം എങ്ങനെ കിട്ടുക? ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാരോ ആരെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ മോർഫ് ചെയ്ത് പലർക്കും അയച്ചു കൊടുത്ത് അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ആ ഫോട്ടോ നമ്മൾ കാണേണ്ടി വരുന്ന ഒരു ഗതികേട് ആലോചിച്ച് നോക്കി. അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുള്ളൂ, എത്രമാത്രം പെയിൻഫുൾ ആണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാർ ഒരു കാലവും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. പക്ഷേ പോലീസുകാർ എന്താ ചെയ്യുന്നത്? ഇതുപോലത്തെ ഒരു കേസ് വരുമ്പോൾ തന്നെ കുടുംബക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യും? വിളിച്ചു പറയും, സാറേ എൻ്റെ മോൻ ഇങ്ങനെ പിടിക്കപ്പെട്ടു, ഒന്ന് ഇടപെടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ കോൾ പോയി കഴിയുമ്പോൾ അവരവിടെ നൈസായിട്ട് കാര്യങ്ങൾ ഒതുക്കി തീർക്കും. അങ്ങനെ ഒതുക്കി തീർത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവന് ജാമ്യം കിട്ടുന്ന വകുപ്പുകളിട്ട് അവനെ പുറത്ത് വിട്ടത്. ഈ പ്രതിഷേധം കാരണം ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു വാർത്ത കണ്ടു, 5 പേര് കൊടുത്ത കംപ്ലൈൻറ്റിന്റെ പേരിൽ FIR ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത രാവിലെ കണ്ടു. ഒരാൾ FIRന്റെ കൂടെ അടുത്തൊരാളുടെ FIR കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത കേസ് എടുക്കാമെന്ന് പറഞ്ഞ പോലീസുകാർ രണ്ടാമത്തെ ആൾ മൊഴി കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞ ഡയലോഗ് എന്ന് പറയുന്നത്, ഇത് FIR എടുക്കാൻ പറ്റില്ല, മറ്റേ FIRന്റെ കൂടെ ചേർക്കാനേ പറ്റുള്ളൂ, പുതിയ FIR ഇടാൻ പറ്റില്ല. ഇൻസ്പെക്ടർ ചില വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംസാരിക്കുന്നുണ്ട്, പരാതിക്കാരിൽ ചിലരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ തുടർ നടപടി. എന്തായാലും വിദ്യാർത്ഥികൾ ഈ സ്റ്റേഷന്റെ മുന്നിൽ കുത്തിയിരുന്നുള്ളൊരു പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും വലിയൊരു തർക്കത്തിലേക്ക് നീങ്ങുന്നു. സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത്. ഇത്രയേറെ കുട്ടികൾ ആ പാതിരാത്രി അവിടെ പോയിട്ട് സമരം ചെയ്യണമെങ്കിൽ, പ്രതിഷേധിക്കണമെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കണം. പക്ഷേ ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റുകൾ കാണണം. നീയൊക്കെ നിന്ന് കൊടുത്തിട്ടല്ലേ, നീയൊക്കെ അവിടെ പോയി അവന് പോസ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ഇമാതിരി കമൻറ്റുകളാണ് പല ഇത്തരം വാർത്തകളുടെ താഴെ വരുന്നത്. അതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും നമ്മുടെ ആൾക്കാർക്ക് ഇത്ര ബോധമില്ലെന്ന് ചിന്തിച്ചു പോകുന്നത്. ഈ പ്രതിഷേധം നടന്നതിൻ്റെ താഴത്തെ പോസ്റ്റ്, അതായത് ഈ മീഡിയ അതിന് താഴെ ഇട്ട ഒരു പോസ്റ്റാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആദ്യ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസും FIRും രജിസ്റ്റർ ചെയ്തെങ്കിലും നിസാര വകുപ്പുകൾ ചുമത്തിയതിനാൽ ആരോപണ വിധേയനായ വിദ്യാർത്ഥിക്ക് ജാമ്യം ലഭിച്ചുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആക്ഷേപം. കൂടുതൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. നേരത്തെ പരാതി നൽകിയിട്ടും മൊഴിയെടുക്കുന്നതിലും നടപടികളിലും വൈകിയെന്നാണ് വിദ്യാർത്ഥികളുടെ വാദം. പ്രതിഷേധത്തിനിടെ പരാതിക്കാരുടേതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പോലീസ് പകർത്തിയെന്ന ആരോപണവും ഉയർന്നു. ദൃശ്യങ്ങൾ നീക്കം ചെയ്യുകയും ബന്ധപ്പെട്ട പോലീസുകാരൻ മാപ്പ് പറയുകയും വേണമെന്നാണ് ആവശ്യം. വിദ്യാർത്ഥി പ്രതിനിധികളുമായി പോലീസ് ചർച്ച നടത്തി. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ലെന്ന നിലപാടിൽ കൂടുതൽ വിദ്യാർത്ഥികൾ സ്ഥലത്തെത്തി. SFI സംസ്ഥാന നേതാക്കളും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടായതോടെ
സ്റ്റേഷൻ പരിസരത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. പരാതിക്കാർക്ക് നീതി ഉറപ്പാക്കുക, ആരോപണ വിധേയനെതിരെ നിയമ നടപടി തുടരുക എന്നിവയാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ. അവരുടെ ആവശ്യം ന്യായമല്ലേ? ഈ കൂട്ടത്തിലുള്ള പല പെൺകുട്ടികളുടെയും ഫോട്ടോ എടുത്തിട്ടാണ് അവൻ ഈ പറഞ്ഞ തോന്നിവാസം കാണിച്ചേക്കുന്നത്. എത്ര പേരുടെ ഫോട്ടോകൾ പുറത്ത് പോയിട്ടുണ്ടാവും, എത്ര ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാവും, എത്ര സൈറ്റുകളിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവനെതിരെ ഇത്രയും നടപടികൾ എടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടത് ആ ആവശ്യം തള്ളിക്കളയേണ്ടതാണോ? നിങ്ങൾ പറയുക, ഈ കുട്ടികൾ ഇനി എന്താ ചെയ്യേണ്ടത്? നിയമം പാലിക്കേണ്ടവർ നിയമം തെറ്റിച്ചവനെ സംരക്ഷിക്കുമ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? ആദ്യം FIR ഇടാൻ വേണ്ടി പോയ പെൺകുട്ടിയുടെ മൊഴി എടുത്തിട്ട് FIR ഇട്ടു. രണ്ടാമത് പോയപ്പോൾ ഈ FIRന്റെ കൂടെ ചേർക്കാനേ പറ്റുള്ളൂ, മൊഴി അല്ലാണ്ട് രേഖപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നു. ഇതൊക്കെ എന്ത് ന്യായമാണ്? എന്ത് നീതിയാണ്? ഇവിടെ പോലീസുകാർ നിൽക്കുന്ന നിയമം നടപ്പിലാക്കാൻ വേണ്ടിയാണോ അതോ മേളിൽ നിന്ന് വരുന്ന ഓർഡർ മാത്രം അനുസരിക്കാൻ വേണ്ടിയാണോ? മനസ്സിലാവുന്നില്ല. ഓരോരുത്തരും പ്രതികരിക്കണം, ഓരോരുത്തരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇതുപോലത്തെ വീഡിയോകൾ എടുത്ത് വെച്ച് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതി വെച്ച് ഷെയർ ചെയ്യുക. അങ്ങനെയെങ്കിലും അധികാരികളുടെ കണ്ണു തുറപ്പിക്കുക. നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാരും മാറി നിൽക്കും. നമ്മുടെ വീട്ടിലല്ലല്ലോ, നമ്മുടെ കുടുംബത്തിലല്ലല്ലോ ഇതൊക്കെ നടക്കുന്നത്, എവിടെയോ നടക്കുന്നതല്ലേ. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എടാ പുറത്തേക്കൊന്നും ഇറങ്ങല്ലേ, അവിടെ അങ്ങനെ സംഭവിക്കുകയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്താ പറയുന്നത്? അവിടെയല്ലേ, കുഴപ്പമില്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഒന്നിനും ഇറങ്ങരുത്, ഒന്നും പ്രതിഷേധിക്കരുത്, ഒന്നും പ്രതികരിക്കരുത്. എന്ത് തെറ്റുണ്ടായാലും അതിനെ മുന്നിൽ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ അവൻ നല്ലവൻ, പ്രതികരിക്കുന്നവൻ എന്നും അഹങ്കാരിയും കുറ്റപ്പെടുത്തുന്നവനും. തെറ്റ് കണ്ടാൽ മിണ്ടാതിരുന്നോണം. ഓരോ വ്യക്തികളും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, നിങ്ങളുടെ ഫേസ്ബുക്ക് അത്തരം പ്ലാറ്റ്ഫോം പ്രതികരിക്കാനുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ്. അതും ഇത്തരക്കാർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക, അതാണ് ചെയ്യേണ്ടത്. സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇവൻ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക. കാരണം ഇപ്പം ജാമ്യത്തിൽ പുറത്തിറങ്ങി, അതൊരു നിസ്സാര വകുപ്പായിരിക്കും ചേർത്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ പിന്നെ ജാമ്യം കൊടുക്കില്ലല്ലോ. കോടതിയെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ മുന്നിൽ വരുന്ന വകുപ്പുകൾ അനുസരിച്ചാണ് അവർ ശിക്ഷ നടപ്പിലാക്കുന്നത്, ശിക്ഷ വിധിക്കുന്നത്. ഇത്തരം കേസുകൾക്ക് നിസ്സാര വകുപ്പിട്ട് പോലീസ് കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഊരിപ്പോരും. ഓരോ പെൺകുട്ടികളുടെ മാനത്തിനാണ് വില പറഞ്ഞിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ നടപടി തന്നെ ഉണ്ടാവണം. അവിടെ അമ്മയുടെ കണ്ണുനീരോ അല്ലെങ്കിൽ അച്ഛൻ്റെ കണ്ണുനീരൊന്നും ഒരു വിലയില്ല. എന്താ, ഈ പെൺകുട്ടികൾക്ക് അച്ഛനമ്മമാരില്ലേ? അവരുടെ കണ്ണുനീരിന് വിലയില്ലേ? സ്വന്തം മോനെ പഠിപ്പിക്കാൻ വിടുമ്പോൾ അവൻ പഠിക്കാൻ പോകണം. അതല്ലാതെ ഇമാതിരി തോന്നിവാസനല്ല അവൻ ഇറങ്ങേണ്ടത്. അത് വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. വീട്ടുകാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെയൊക്കെ പലതും സംഭവിക്കും. എനിവേ, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.